5ാം ക്ലാസ്സിൽ 2024 നടന്ന പൊതുപരീക്ഷ തജ്വീദിൻ്റെയും ലിസാനുൽ ഖുർആനിൻ്റെയും ചോദ്യപേപ്പറാണിത്. മാർക്ക് 100. 1. നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് എഴുതാം. ഹംസത്തുൽ വസ്ൽ തഖ്നുതു ഖുർആൻ, ഹംസത്തുൽ ഖത്അ യഖ്റഉ. 1. എല്ലാ ദിവസവും നാം ഓതണം ഡാഷ്. അതിൻ്റെ ഉത്തരം ഖുർആൻ. എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. 2. കാനത്തിൽ ഉമ്മു ഡാഷ്. കാനത്തിൽ ഉമ്മു തഖ്നുതു, ഉമ്മ കുനൂത്ത് ഓതുമായിരുന്നു. 3. വഖ്ശൗനി എന്നതിലെ ഹംസ ഡാഷ്. ഹംസത്തുൽ വസ്ൽ. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. 4. ഇന്ന അബി ഡാഷ്. ഇന്ന അബി യഖ്റഉ. തീർച്ചയായും എൻ്റെ പിതാവ് വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ തീർച്ചയായും എൻ്റെ പിതാവ് വായിക്കും. 5. ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഡാഷ്. ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഹംസത്തുൽ ഖത്അ. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. നളൗ അലാമത്ത സ്വഹീഹ അലൽ മുനാസിബി, ശരി അടയാളപ്പെടുത്താം. 1. ജുനൈദുൻ വ നബീലുൻ ഖറജാ. രണ്ടുപേരും, ജുനൈദും നബീലും രണ്ടുപേരും പുറപ്പെട്ടു. ഖറജാ. 2. വഖ്ഫു ലാസിമിൻ്റെ അടയാളം മീം. 3. ജുമാനത്തുൻ വ ലബീബത്തുൻ ഖറഅത്താ. രണ്ടുപേരാണ്, ജുമാനയും ലബീബയും. ഖറഅത്താ, അവർ രണ്ടുപേരും വായിച്ചു. ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടൽ ഇഷ്മാം. ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടൽ ഇഷ്മാം. 5. യാ അയ്യുഹൽ ബനാത്തു ഹൽ. യാ അയ്യുഹൽ ബനാത്തു, ഏ പെൺകുട്ടികളെ. ഹൽ സ്വല്ലൈതുന്ന, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ. നക്തുബുൽ മുസന്ന വൽ ജംഅ വൽ മുഫ്രദൽ മുതകല്ലിം. മുസന്ന ദ്വിവചനം, ജംഅ ബഹുവചനം, മുഫ്രദൽ മുതകല്ലിം തന്നെ ഉദ്ദേശിച്ച് പറയുന്നത്. ഇത് 3 എഴുതാനാണ്. ദഹബ, അവൻ പോയി. മുസന്ന ദഹബ, അവർ രണ്ടുപേർ പോയി. ജംഅ ദഹബു, അവർ 2ൽ കൂടുതൽ പേർ പോയി. മുഫ്രദൽ മുതകല്ലിം ദഹബ്തു, ഞാൻ പോയി. ഞാൻ എന്ന് പറയാനുള്ളതാണ് മുഫ്രദൽ മുതകല്ലിം. ദഹബ്തു, ഞാൻ പോയി. തൽ അബീന, നീ കളിക്കുന്നു. തൽ അബീന, നീ ഒരു സ്ത്രീ കളിക്കുന്നു. തൽ അബാനി, നിങ്ങൾ 2 സ്ത്രീകൾ കളിക്കുന്നു. തൽ അബിന, അതിൻ്റെ ജംഅ. തൽ അബിന, നിങ്ങൾ എല്ലാവരും കളിക്കുന്നു. അൽ അബു, ഞാൻ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. ഇതാണ് ഇവിടെ എഴുതേണ്ടത്. 4. വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം. ഈ വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാനുള്ളതിന് 12 മാർക്കാണ്. അൽ വഖഫു ഔല, കാഫും ലാമും ചേർന്ന് വരുന്ന കിലെ. വഖഫ് ജായിസ് ജീം. വഖഫ് മുത്ലഖ് ത്വാ. അൽ വസ്ലുൽ ഔല സിലെ. വഖഫ് മുജവ്വസ് സാ. ലാ തഖിഫ് ലാം അലിഫ്. 5. നുജീബു, ഉത്തരം എഴുതാം. 1. ഖറജു കാനു സഅലു. അയ്യു അഫ്ആലിൻ ഹാദിഹി. ഖറജു കാനു സഅലു, അത് കണ്ടാൽ തന്നെ അറിയാലേ. കുല്ലുഹ അഫ്ആലുൻ മാളിയത്തുൻ ലിൽ ജംഇൽ മുദക്കരി. അതിൻ്റെ ഉത്തരം കുല്ലുഹ അഫ്ആലുൻ ഫീലാണ്. മാളിയത്തുൻ, മാളിയായ ഫീലാണ്. ലിൽ ജംഇൽ മുദക്കരി, ബഹുവചനാണ്, പുല്ലിംഗാണ്. 2. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്റേത്.
സജദയുടെ ആയത്തുകൾ 14 സ്ഥലങ്ങളിലാണ് ഉള്ളത്. അവിടെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ ചൊല്ലേണ്ടുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അടുത്തത് നുറത്തിബു. 1 ഫിൽ ഖുർആനി അൽ ബററത്തി അൽ കിറാമി മാസ് സഫ്രത്തി അൽ മാഹിറു. അതിനെങ്ങനെയാണ് ശരിയാക്കി എഴുതുക? അൽ മാഹിറു ഫിൽ ഖുർആനി മാസ് സഫ്രത്തി കിറാമിൽ ബററത്തി. അൽ മാഹിറു ഫിൽ ഖുർആനി മാസ് സഫ്രത്തിൽ കിറാമിൽ ബററത്തി. ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് അല്ലേ. അടുത്തത് 2 കതബ്തി കതബ്തുന്ന കതബ്തു കതബ്തുമാ കതബ്ന. ഇത് ശരിയാക്കി എഴുതാം. കതബ്തി കതബ്തുമാ കതബ്തുന്ന കതബ്തു കതബ്ന. അതിൻ്റെ അർത്ഥം കതബ്തി നീ ഒരു സ്ത്രീ എഴുതി, കതബ്തുമാ നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി, കതബ്തുന്ന നിങ്ങൾ 2ൽ കൂടുതൽ സ്ത്രീകൾ എഴുതി, കതബ്തു ഞാൻ എഴുതി, കതബ്ന ഞങ്ങൾ എഴുതി. അടുത്തത് 7 നുസരിഫു സർഫാക്കാം. യുഅല്ലിമു. യുഅല്ലിമു എന്നതിൻ്റെ അർത്ഥം അവൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അവൻ പഠിപ്പിക്കും. യുഅല്ലിമു എന്നതിൻ്റെ സർഫാക്കി എഴുതാനാണ് തന്നിട്ടുള്ളത്. യുഅല്ലിമു യുഅല്ലിമാനി അവർ 2 പേർ പഠിപ്പിക്കുന്നു. യുഅല്ലിമൂന അവർ 2ൽ കൂടുതൽ പേർ പഠിപ്പിക്കുന്നു. തുഅല്ലിമു അവൾ പഠിപ്പിക്കുന്നു. തുഅല്ലിമാനി അവർ 2 സ്ത്രീകൾ പഠിപ്പിക്കുന്നു. യുഅല്ലിംന അവരെല്ലാം പഠിപ്പിക്കുന്നു. തുഅല്ലിമു നീ പഠിപ്പിക്കുന്നു. തുഅല്ലിമാനി നിങ്ങൾ 2 പുരുഷന്മാർ പഠിപ്പിക്കുന്നു. തുഅല്ലിമൂന നിങ്ങൾ 2ൽ കൂടുതൽ പുരുഷന്മാർ പഠിപ്പിക്കുന്നു. തുഅല്ലിമീന നീ ഒരു സ്ത്രീ പഠിപ്പിക്കുന്നു. തുഅല്ലിമാനി നിങ്ങൾ 2 സ്ത്രീകൾ പഠിപ്പിക്കുന്നു. തുഅല്ലിംന നിങ്ങൾ എല്ലാവരും 2ൽ കൂടുതൽ സ്ത്രീകൾ പഠിപ്പിക്കുന്നു. മുളാരിൻ്റെ സർഫാക്കുന്ന രൂപങ്ങളാണിത്. ഇത് നന്നായി പഠിച്ചു വെക്കുക. മുളാരിൻ്റെ സർഫാക്കുന്ന 14 രൂപങ്ങളും മാളിയുടെ സർഫാക്കുന്ന 14 രൂപങ്ങളും നന്നായി പഠിച്ചാൽ മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഇതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ ചാനലിലുണ്ട്. 8 നുബയ്യിനു. 1 കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാംമാരാണ്? അതിൻ്റെ ഉത്തരം അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു നബിയുടെ പ്രധാന എഴുത്തുകാരൻ. മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബലുൽ ഹിജ്റത്തി ഡാഷ്. ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേര് ഡാഷ് യസ്രിബ്. അതിൻ്റെ ഉത്തരം യസ്രിബ്. 9 നുഅരിബു. നമുക്ക് അറബിയാക്കാം. 1 ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. അതിൻ്റെ അറബി വൈദാ കുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. അതിൻ്റെ കൂടെ തന്നെ ലഅല്ലക്കും തുർഹമൂൻ എന്നും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. അതുവരെയുള്ളത് പഠിച്ചു വെക്കുക. വൈദാ കുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഇത് കുറേ ചോദ്യപേപ്പറിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. അതിൻ്റെ ഉത്തരം ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഫിൽ മദീനത്തി മദീനയിൽ 10 സിനീന 10 വർഷം. 10ാമത്തെ ചോദ്യം നുകമ്മിലു. 1 വല്ലുഹ മുതൽ നാസ് ഡാഷ് സൂറത്തുകളുടെ ഡാഷ്. അതിൻ്റെ ഉത്തരം വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആ വരി പഠിച്ചു വെക്കാം. 2
അഹ്ലുൽ മദീനത്തി കാനു ഡാഷ് ബിൻ നബിയി ഹീന ഡാഷ് ഇലൽ മദീനത്തി. അതിൻ്റെ ഉത്തരം അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീനത്തി. ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ്, ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. നക്തുബുൽ മാന, അർത്ഥമെഴുതാം. ഐക്കല്ല, ഉണർത്തി. മുസ്തമിഉൻ, ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ എല്ലാ പാഠഭാഗങ്ങളുടെയും വിശദമായ വീഡിയോ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.